എല്ലാ സുഹൃത്തുക്കൾക്കും Ayeauto ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിസ്വാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിരവധി പ്രോഡക്റ്റ് ലോഞ്ചുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വർഷമായിരുന്നു 2019. അക്കൂട്ടത്തിലേറെ ഉറ്റുനോക്കുകയും വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ലോഞ്ചായിരുന്നു ടാറ്റ ഹരിയറിൻ്റേത്. ഡിസൈൻ വൈവിധ്യം കൊണ്ടും ടാറ്റ ജാഗ്വർ ലാൻഡ് റോവർ ഗ്രൂപ്പുമായി ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ വളരെയധികം ഇനിഷ്യൽ ഹൈപ്പ് ടാറ്റ ഹരിയറിന് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഹരിയർ ലോഞ്ച് ചെയ്ത് ഏകദേശം ഒരു വർഷം തികയുന്ന ഈ സാഹചര്യത്തിൽ ടാറ്റയും നമ്മൾ വാഹന പ്രേമികളുമൊക്കെ ആഗ്രഹിച്ച ഒരു സ്വീകാര്യത ഹരിയറിന് ലഭിച്ചോ? സെയിൽസിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഹരിയറിൻ്റെയും ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുടെയും കഴിഞ്ഞ 6 മാസത്തെ സെയിൽസ് ആവറേജിൻ്റെ ഒരു കമ്പാരിസൺ ഒന്ന് നോക്കാം. ഹരിയർ 965 യൂണിറ്റുകളാണ് കഴിഞ്ഞ 6 മാസത്തെ ആവറേജ്. MG ഹെക്ടറിൻ്റെ ആവറേജ് 2655 യൂണിറ്റുകളാണ്. കിയ സെൽറ്റോസിൻ്റെ കഴിഞ്ഞ 5 മാസത്തെ ആവറേജ് വരുന്നത് 9100 യൂണിറ്റുകൾ എന്ന രീതിയിലാണ്. മഹീന്ദ്ര XUV 500യുടെ ആവറേജ് വരുന്നത് 1160 യൂണിറ്റുകളാണ്. ഹ്യുണ്ടായി ക്രെറ്റയുടെ 6 മാസത്തെ ആവറേജ് വരുന്നത് 6650 യൂണിറ്റുകളാണ്. ഒരു ഫ്ലോപ്പ് മോഡൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഹരിയറിൻ്റെ സെയിൽസ് ഒരു ബിലോ ആവറേജിൽ ഒതുങ്ങി എന്നത് വളരെ വ്യക്തമാണ്. ഏകദേശം 9 വർഷം പഴക്കമുള്ള മഹീന്ദ്ര XUV 500 വിറ്റ വാഹനങ്ങളുടെ അത്രത്തോളം പോലും ഹരിയറിന് വിൽക്കുവാൻ സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. ഹരിയറിൻ്റെ സെയിൽസിലെ ഈ ഇടിവ് വാഹന വിപണിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മാന്ദ്യം കൊണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നവർ മുൻപ് പറഞ്ഞ സെയിൽസ് ഡേറ്റയിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുക. മാന്ദ്യമോ എവിടെയെന്ന് ചോദിക്കുന്ന ചില പുതിയ കാർ ബ്രാൻഡുകളും അവരുടെ മോഡലുകളും നമ്മുടെ വിപണി ഭരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും Ayeauto ചാനലിലൂടെ ടാറ്റ ഹാരിയറിൻ്റെ റിവ്യൂ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ തീർച്ചയായും കാണുക. റിവ്യൂ ചെയ്തപ്പോൾ അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെയായിരുന്നു ഹരിയറിനെ വിലയിരുത്തിയിരുന്നത്. നെഗറ്റീവ്സ് ആയിട്ടും കുറേ പോയിന്റുകൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സത്യത്തിൽ എവിടെയാണ് ടാറ്റയ്ക്ക് പിഴച്ചത്? ഒരു മോശം പ്രോഡക്റ്റ് ആയതുകൊണ്ടാണോ ഹരിയറിന് ഈ അവസ്ഥ നേരിടേണ്ടി വന്നത്? എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്, ഒരു പെട്രോൾ എഞ്ചിൻ്റെ അഭാവമാണ്. ഒരു ഡീസൽ ഓൺലി മോഡലായിട്ടാണ്, അതും ഒരു മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയിട്ടാണ് ഹരിയർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കിയ സെൽറ്റോസിൻ്റെ ഒരു സെയിൽസ് റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ 51% പെട്രോൾ മോഡലുകളാണ് വിൽക്കപ്പെടുന്നത്. GT ലൈൻ എന്ന പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വേരിയൻ്റ് നൽകുന്ന കോൺട്രിബ്യൂഷനും കാര്യമായി തന്നെയുണ്ട്. രണ്ടാമതായി MG ഹെക്ടറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ടാറ്റ ഹാരിയറിൻ്റെ മുഖ്യ എതിരാളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്ന വാഹനമാണ് MG ഹെക്ടർ. ഹെക്ടറിൻ്റെ ഏകദേശം 42% വിറ്റഴിക്കുന്നത് പെട്രോൾ വണ്ടികളാണ്. അതിൽ 10% ഹൈബ്രിഡ് ഓപ്ഷനോട് കൂടിയ വാഹനമാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു പെട്രോൾ എൻജിൻ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നത്. ഒരുപക്ഷെ ഒരു പെട്രോൾ എൻജിൻ കൂടെ ഹരിയറിനുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന കണക്കുകളേക്കാൾ വളരെ മുൻപത്തിയിലായിരുന്നേനെ ഹരിയറിൻ്റെ സെയിൽസ്. രണ്ടാമത്തെ പോയിൻ്റായി തോന്നിയത് ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ അഭാവമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നൽകുന്ന ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അല്ലെങ്കിൽ ആളുകൾ കൂടുതലായി പ്രിഫർ ചെയ്യുന്ന ഒരു വേരിയൻ്റാണ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഹരിയറിൻ്റെ മറ്റ് എതിരാളികളായിട്ടുള്ള ഹ്യുണ്ടായി ക്രെറ്റ, XUV 500, MG ഹെക്ടർ, കിയ സെൽറ്റോസ് എന്നീ മോഡലുകളിലെല്ലാം തന്നെ ഒരു ഓട്ടോമാറ്റിക് ഓപ്ഷൻ ലഭ്യമാണ്. അതിൽ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ലഭ്യമാക്കുന്നത് കിയ സെൽറ്റോസ്, XUV 500, ഹ്യുണ്ടായി ക്രെറ്റ എന്നീ മോഡലുകളാണ്. വളരെ മികച്ച രീതിയിലുള്ള ഒരു എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ടാറ്റയ്ക്കും നൽകുവാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു വാഹനമാണ് ഹെക്സ. ഒരു ഡിഫറെൻറ്റ് എൻജിൻ ആണെങ്കിൽ കൂടി അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അധികം വൈകാതെ ഹരിയറിലും ലഭ്യമായി തുടങ്ങും എന്നുള്ളതാണ്. മൂന്നാമതായി തോന്നിയ കാര്യം, ഇന്നിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയി ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്.
ഉദാഹരണമായി പറയുകയാണെങ്കിൽ കണക്റ്റഡ് ടെക്നോളജിയോടുകൂടി വരുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ ഒരു പാനറോമിക് സൺറൂഫ്, 360 ഡിഗ്രി ക്യാമറ, അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ഹാർഡ്വെയർ എന്നിവ ഹാരിയറിൽ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രാക്ടിക്കാലിറ്റി നോക്കി വാഹനം വാങ്ങുന്നവർക്ക് ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിലും ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള കുറച്ച് ഫീച്ചേഴ്സ് തന്നെയാണ് ഇവ. 4ാമത്തെ പോയിന്റ്, ഹരിയറിൻ്റെ ഇനിഷ്യൽ ബാച്ചുകളിൽ ഇറങ്ങിയ വാഹനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായ ചില ഇഷ്യൂസ് ടാറ്റ ഹാരിയറിൻ്റെ സെയിൽസിനെ ബാധിച്ചു എന്ന് പറയാതെ വയ്യ. ടച്ച് സ്ക്രീൻ റിലേറ്റഡ് ഹാങ്, ടെറൈൻ റെസ്പോൺസ്, അതുപോലെ ഡ്രൈവ് മോഡ് സെലക്ഷനുള്ള ചെറിയ എറേഴ്സ്, സ്റ്റിയറിംഗ് വീൽ കാലിബ്രേഷൻ ഇഷ്യൂസും അതുപോലെ ചില എർഗണോമിക് ഇഷ്യൂസും ഒക്കെ ടാറ്റയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇവയിൽ ഒട്ടുമിക്ക ഇഷ്യൂസും ജൂലൈ തൊട്ടിറങ്ങിയ വാഹനങ്ങളിൽ പരിഹരിക്കപ്പെടുകയുണ്ടായി. എങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഇത്രയൊക്കെയാണ് ഹാരിയറിന് വിൽപ്പനയിൽ തിരിച്ചടി നേരിടേണ്ടി വരുവാൻ കാരണങ്ങളായി തോന്നിയവ. ഇവിടെ വ്യക്തമാവുന്ന മറ്റൊരു കാര്യം, ഒരു തറവ് മാർക്കറ്റ് റിസർച്ചോ അല്ലെങ്കിൽ ആവശ്യത്തിന് ക്വാളിറ്റി ചെക്കോ ടാറ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു ധൃതി പിടിച്ച ലോഞ്ച് കൂടിയായിരുന്നു ഹാരിയർ എന്ന് വേണമെങ്കിലും പറയാം. ഒരു പെട്രോൾ എഞ്ചിനും ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റും ഒക്കെയായി ഹാരിയർ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും മികച്ച ഒരു പ്രതികരണം ഹാരിയറിന് ലഭിച്ചേനെ. പഴിചാരേണ്ടത് ടാറ്റയെ തന്നെയാണ്. ടാറ്റയെ പോലെ ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിക്കുവാൻ കഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ചെക്ക് ബോക്സുകളും ശരിവെക്കുന്ന തരത്തിലായിരിക്കണം ആ പ്രോഡക്റ്റ് എന്നുള്ളത് ഒരു ആവശ്യകത തന്നെയാണ്. ഇവിടെ ടാറ്റ കണ്ടു പഠിക്കേണ്ടത് കിയ എന്ന ബ്രാൻഡിനെയും സെൽറ്റോസ് എന്ന പ്രോഡക്റ്റ് ലോഞ്ചിനെയുമാണ്. 3 എഞ്ചിൻ ഓപ്ഷനുകളോടുകൂടി ഏകദേശം 18 വേരിയൻറ്റുകളും 3 ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളുമായിട്ടാണ് കിയ സെൽറ്റോസിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിച്ചത്. അതായത് ഒരു 11 ലക്ഷം തൊട്ട് 20 ലക്ഷം രൂപ വരെ ഒരു വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള എഞ്ചിൻ വേരിയൻറ്റ് ഓപ്ഷനുകൾ കിയ സെൽറ്റോസിൽ ലഭ്യമാണ്. പ്രഥമ ദൃഷ്ട്യാ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും കിയ സെൽറ്റോസ് എന്ന പ്രോഡക്റ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കിയ എത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റിനെ പഠിച്ചിട്ടാണ് സെൽറ്റോസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നത് ഈ വേരിയൻറ്റ് ആൻഡ് പ്രൈസിംഗ് ബ്രേക്കപ്പിലൂടെ വ്യക്തമാവുന്ന കാര്യമാണ്. ഇത്രയൊക്കെ പറയുമ്പോൾ കിയ എന്ന ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് ദയവായി കരുതരുത്. വളരെയധികം ക്യാപ്പബിലിറ്റീസും പൊട്ടൻഷ്യലുമുള്ള ഒരു വാഹനം തന്നെയാണ് ഹാരിയർ. ഇത്തരത്തിലുള്ള ഒരു വാഹനത്തിന് ഒരു മോശമായിട്ടുള്ള പ്രോഡക്റ്റ് സ്ട്രാറ്റജി കാരണം മാർക്കറ്റിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതെ പോകുമ്പോൾ തോന്നുന്ന വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഹാരിയറിൻ്റെ 7 സീറ്റർ വേർഷനായിട്ടുള്ള ഗ്രാവിറ്റാസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 170 bhp ട്യൂണിങ്ങും സൺറൂഫും ഒക്കെ ഗ്രാവിറ്റാസിൽ വരുന്നുണ്ടെങ്കിലും മുൻപ് പറഞ്ഞ പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ടല്ലാതെയാണ് ഗ്രാവിറ്റാസ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ഹാരിയറിൻ്റെ അവസ്ഥ തന്നെയാവും അതിനും നേരിടേണ്ടി വരിക. ഹാരിയറിൻ്റെ കാര്യമാണെങ്കിൽ തന്നെയും ഒരു തറവ് അപ്ഡേറ്റ് തന്നെയാണ് സൊല്യൂഷൻ. കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ പവറും കൂടുതൽ കംഫർട്ടും അതുപോലെ കൂടുതൽ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തറവ് അപ്ഡേറ്റ്. അല്ലാതെ ബ്ലാക്ക് എഡിഷൻ പോലെ ഒരു കോസ്മെറ്റിക് അപ്ഡേറ്റ് കൊണ്ട് ഇവിടെ ഒന്നും തന്നെ മാറിമറിയാൻ പോകുന്നില്ല. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായോ പേഴ്സണൽ മെസ്സേജായോ അപ്ഡേറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.